ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അങ്ങനെ ഒരുപാട് മാസങ്ങൾക്ക് അല്ല വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിനകത്ത് പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു വി ബാക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആളാണെന്ന്. അപ്പോൾ ഈ വി ബാക്ക് എന്തെന്നറിയാത്ത പുതിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്, വാഗിനൽ ഡെലിവറി ആഫ്റ്റർ സി സെക്ഷൻ. അതായത് ഒരു സിസേറിയൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഉണ്ടാകുന്ന നോർമൽ ഡെലിവറിനെയാണ് വി ബാക്ക് എന്ന് പറയുന്നത്. 2020 എൻ്റെ വി ബാക്ക് ഡെലിവറി നടന്നിട്ടുള്ളത്. അതായത് സിസേറിയന് ശേഷമുള്ള നോർമൽ ഡെലിവറി നടന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വി ബാക്ക് ഡെലിവറി വന്നപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. പക്ഷേ എന്നെയും നിങ്ങളിൽ പലരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രശ്നം, അത് പുറത്തു പറയാൻ വളരെയധികം വിഷമമുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഈ ഇതേ ബുദ്ധിമുട്ട് നിങ്ങൾക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ഉറക്കെ ചിരിക്കുകയോ അതല്ലെങ്കിൽ തുമ്മയോ അതുമല്ലെങ്കിൽ ചുമക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മൂത്രത്തിൻ്റെ അംശം ഉണ്ടല്ലോ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റാതെ തനിയെ പോവുക. എന്നെ സംബന്ധിച്ച് ഞാൻ ജോലിക്കൊക്കെ പോയിരിക്കുമ്പോൾ രാവിലെ 9:00 പോയിക്കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ ഓഫീസിൽ ബാത്റൂമിലൊന്നും പോകാതൊക്കെ ഇരിക്കാറുണ്ട് ചില സമയത്ത്. അപ്പോൾ അങ്ങനെ നടന്നിരുന്ന് എനിക്ക് ആഫ്റ്റർ ഡെലിവറി എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വെറുതെ ഒന്ന് തുമ്മിയാൽ മതി, യൂറിൻ പാസ്സാവും. അപ്പോൾ ഈ ഒരു സംഭവം എന്നെ സംബന്ധിച്ച് വളരെയധികം വിഷമപ്പെടുത്തിയിരുന്നു. പക്ഷേ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലി ആയിട്ടൊന്നും ഷെയർ ചെയ്യാൻ എനിക്കെന്തോ തോന്നിയില്ല. എന്തോ നാണക്കേട് പോലെയായിരുന്നു തോന്നിയിരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളോട്ട് ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു ഇത് തനിയെ നമുക്കിപ്പോൾ നോർമൽ ഡെലിവറിയുടെ ഭാഗമായിട്ട് എല്ലാവരും സംഭവിക്കുന്നതായിരിക്കും, തനിയെ ശരിയാകും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അത് ശരിയല്ല. നമ്മളിതൊരു ഡോക്ടറെ കാണണം. അതിന് വേണ്ടതായ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തനിയെ മാറുമെന്ന് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിന് തന്നെയാണ്, നമ്മളെ ഭാവിയിൽ നമുക്ക് തന്നെ വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ്. നമ്മളുടെ ഇടുപ്പല്ലിന് താഴെയുള്ള ചില പേശികൾ അല്ലെങ്കിൽ മസിലുകളാണ് നമ്മളുടെ മൂത്രസഞ്ചിക്കും മൂത്രനാളിക്കൊക്കെ ബലം നൽകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പെൽവിക് ഫ്ലോർ മസിൽ എന്നാണ് പറയുക. ഇവിടെയുള്ള ഈ ഒരു പേശികളുണ്ടല്ലോ, അവയുടെ ബലക്കുറവുണ്ട്. ആ ഒരു ബലക്കുറവാണ് നമുക്ക് ഈ ഒരു യൂറിനറി കോണ്ടിനൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രസവശേഷം നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ എനിക്കുണ്ടായ പോലെ തുമ്മുമ്പോഴും അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ തനിയെ മൂത്രം പോകുന്ന ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളതൊരിക്കലും വെച്ചിരിക്കരുത്. കാരണം ഇത് നമ്മളുടെ പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയും. അതായത് നമ്മളെ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള മസിലുകളുടെ ബലക്കുറവ് കൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുന്നത്. അത് തനിയെ ശരിയാവുമെന്ന് വെച്ച് നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ അത് ഭാവിയിൽ നമ്മളുടെ കോൺഫിഡൻസിനെ തന്നെ കളയാനേ കാരണമാവുള്ളൂ. അപ്പം അതിന് വേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇടയ്ക്കിടെ മൂത്രമൊഴിക്കണമെന്ന തോന്നലുണ്ടാവുന്നത് നമ്മൾ സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാരെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ചിലർക്ക് തുമ്മുമ്പോൾ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ ഒക്കെ ഈ അറിയാതെ മൂത്രം പോകുന്നില്ലേ, അത് പണ്ടൊക്കെ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണ് കൂടുതലായി കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കൗമാരക്കാരുണ്ടല്ലോ, അവർക്കും കുട്ടികൾക്കും ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഞാനിതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടല്ലോ, മനസ്സിലാക്കിയൊരു കാര്യം എന്നാണത്, നമ്മളെ സ്ത്രീകളിൽ തന്നെയാണ് ഈ ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നതും ഈ പ്രസവം തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ, നമ്മളെ ഈ ഒരു മൂത്രസഞ്ചി എന്ന് പറയുന്നത് ചില പ്രത്യേകതരം മാംസപേശികൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അറയാണ്. ഇതിനകത്ത് ഏകദേശം ഒരു 400 മില്ലി തൊട്ടിട്ട് 600 മില്ലി വരെ മൂത്രം സംഭരിച്ച് വെക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ഡെലിവറിക്ക് ശേഷം എന്തായിരിക്കും സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. ഈ മാംസപേശികൾക്ക് ബലക്കുറവ് സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മൂത്രം പിടിച്ചു നിർത്താനൊന്നും സാധിക്കാത്തത്. ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയിലൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ആദ്യ നാളുകളിലൊക്കെ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞ കിടപ്പിലായിരുന്നു ഞാൻ. പിന്നീട് അവസാന സമയത്തോട് അടുക്കും തോറും എനിക്ക് തോന്നി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജോലിക്ക് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു.
എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് 2ാം നില അല്ല സോറി 3ാം നിലയിലായിരുന്നു. അപ്പോൾ അറിയാലോ എത്ര സ്റ്റെപ്പുകൾ ഉണ്ടാവും ഏകദേശം എന്ന്. അപ്പോൾ അത്രയും സ്റ്റെപ്പുകൾ കയറി ഇറങ്ങി പരമാവധി നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ സാധിക്കുമോ ആ രീതിയിലൊക്കെ ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പം അന്നൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഈ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കണം എന്നുള്ള ഈ തോന്നൽ. എനിക്കറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഒരു അസുഖങ്ങളോ മറ്റോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സാധാരണ 8-9 തവണയൊക്കെ മൂത്രമൊഴിക്കാനുള്ള ആ ഒരു ശങ്ക ഉണ്ടാവും. എന്നാൽ ഇതിൽ കൂടുതൽ തവണ പോകേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുമ്മുമ്പോൾ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ ഒക്കെ മൂത്രം അറിയാതെ പോകുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് നമ്മൾ നിസ്സാരമാക്കി കാണാതെ അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സ തേടണം. അതുമാത്രമല്ല ഈ ഒരു അവസ്ഥനെയാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എങ്ങനെ നോർമൽ ഡെലിവറി നടക്കാമെന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിരുന്നത്. ഇങ്ങനൊരു യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നൊരു അസുഖത്തിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ഉണ്ടാകുന്ന സ്വാഭാവികമായൊരു അസുഖമായിരിക്കും, അല്ലെങ്കിൽ തനിയെ ശരിയാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുമാത്രമല്ല എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞാൻ ആരോടും പറഞ്ഞിരുന്നുമില്ല. എന്തോ എനിക്കതൊരു മറ്റുള്ളവരുടെ മുന്നിൽ ഷെയിമായി തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല. പിന്നെ ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ചെയ്തത്, നമുക്ക് വല്ല ഫങ്ഷൻസിനോ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകേണ്ടി വരുമ്പോൾ നമുക്ക് പീരീഡ്സ് അല്ലെങ്കിലും ഞാൻ പാഡ് യൂസ് ചെയ്താണ് നടന്നിരുന്നത്. കാരണം ഈ ഒരു യൂറിൻ പാസ് ചെയ്യുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരോടും പറഞ്ഞിരുന്നില്ല. പിന്നെ എനിക്ക് തന്നെ തോന്നി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇതിനൊരു മാറ്റമില്ലല്ലോ എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ഡോക്ടറെ കാണാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഡോക്ടറിൽ നിന്നാണ് ഇങ്ങനെയൊരു യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ മൂത്രം തനിയെ പോകുന്നൊരു അവസ്ഥയെ കുറിച്ചാണല്ലോ. അത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമതെന്ന് പറയുന്നത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും. രണ്ടാമത്തേത് അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു. 3 ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഒരേ ഒരു കാരണത്താൽ തന്നെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ 3 തരത്തിലാണ് ഡോക്ടർമാർ ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞ 3 തരം ഇൻകോണ്ടിനൻസ് ഇല്ലേ, അതിൽ ആദ്യം പറഞ്ഞ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ഉണ്ടല്ലോ, അത് പ്രസവശേഷം പല സ്ത്രീകളിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്. അത് എങ്ങനെ അവർക്ക് അനുഭവപ്പെടാന്ന് വെച്ചാൽ, ഒന്നുകിൽ ഉറക്കെ ചിരിക്കുക, അതല്ലെങ്കിൽ ചുമയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറുമ്മൽ ഒരു ചെറിയ സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് ഈ മൂത്രം അറിയാതെ പോകുന്നത്. ഈ പ്രസവശേഷം ഉണ്ടാകുന്ന ഈ പ്രശ്നത്തിന് വേറെയും പല കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമതായിട്ട് പ്രസവത്തിൻ്റെ നീണ്ട സമയമാകുന്നത്. ചിലർക്ക് ഡെലിവറി കുറേ സമയം പിടിച്ചിട്ടൊക്കെ ആവും ഡെലിവറി നടക്കുക. അപ്പം അങ്ങനെയുള്ളവരിൽ, അതുപോലെ പ്രസവത്തിൻ്റെ ശേഷം നമ്മുടെ ആ ഒരു മസിലുകൾ ഉണ്ടാവില്ല, ആ മസിലുകൾക്ക് ഡെലിവറി നടക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള മസിലുകൾക്ക് ഉണ്ടാകുന്ന ബലക്കുറവ്, പിന്നെ ചിലപ്പോൾ ഭാരം കൂടിയ കുഞ്ഞുങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഡെലിവറി കഴിയുമ്പോഴും ആ ഒരു അവസ്ഥയുള്ള ആളുകൾക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രസവം, അതായത് നമ്മളൊരു ഗ്യാപ്പ് ഇല്ലാണ്ട് പെട്ടെന്നുള്ള ഡെലിവറി നടക്കില്ലേ, അങ്ങനെയുള്ള സ്ത്രീകളിൽ മാത്രമല്ല യൂട്രസ് റിമൂവ് ചെയ്തവർക്കും ഈ മെൻസസ് ഒക്കെ സ്റ്റോപ്പായ ആളുകൾ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ അവരുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ കുറവ് മൂലമൊക്കെ ഇത്തരം ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളിൽ തന്നെയാണ് ഈ ഒരു അവസ്ഥ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം അവസ്ഥ നിങ്ങളിലുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. അതിങ്ങനെ വെച്ചിരുന്ന് നമ്മളുടെ ആ ഒരു കോൺഫിഡൻസിനെ കളയാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക. ഇതിനുള്ള പ്രതിവിധികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ തന്നെ ഈ പെൽവിക് ഫ്ലോർ മസിൽസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞ എക്സസൈസുകളുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള പേശികളെ അല്ലെങ്കിൽ മസിലുകളെ ബലം വീണ്ടും കൂട്ടാനാകും. അപ്പോൾ പെൽവിക് ഫ്ലോർ മസിലുണ്ടാവുന്ന ആ ബലക്കുറവാണല്ലോ നമുക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിന് കാരണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബലം കൂട്ടാൻ വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യം ഈ കീഗൽ എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. കീഗൽ എക്സസൈസുകൾ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ വീഡിയോസ് അതിനെക്കുറിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് അതിന് വേണ്ട സമയം കണ്ടെത്തി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം.
പിന്നെ ഡെലിവറി കഴിഞ്ഞ് കുറേ നാളുകളെത്തിയ ആളുകൾ കീഗൽ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് ഇത് റെഡി ആവുന്നൊന്നും വിചാരിക്കരുത്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ ആ പേശികൾക്ക് ഉണ്ടാവുന്ന ബലക്കുറവ് അല്ലെങ്കിൽ അതിൻ്റെ ബലം നമുക്ക് വീണ്ടും കൂട്ടിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്ത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ശരിയാകും എന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ചില ആളുകൾക്ക് എക്സസൈസ് എത്ര ചെയ്തിട്ടും ചിലപ്പോൾ മാറ്റമൊന്നും കണ്ടില്ല എന്ന് വരാം. അപ്പം അത്തരം ആളുകൾക്ക് ഡോക്ടർമാർ അതിന് വേണ്ട ചില മരുന്നുകളൊക്കെ ഉണ്ട്. ആ മരുന്നുകൾ ഡോക്ടർമാർ എഴുതി തരും. അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു അവസ്ഥ നിസ്സാരമാക്കി കാണാതെ ഡോക്ടറെ കാണണമെന്ന് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കീഗൽ എക്സസൈസ് ആണ് എൻ്റെ ഡോക്ടറിനോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അത് കണ്ടിന്യൂ ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വീണ്ടും ഡോക്ടറെ കാണാൻ പോകേണ്ട ആവശ്യം വന്നിരുന്നില്ല. ഈ കീഗൽ എക്സസൈസ് കണ്ടിന്യൂസ് ആയി ചെയ്തിട്ടും മാറ്റമില്ലാത്ത ആളുകൾക്ക് ഡോക്ടർമാർ മരുന്നുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം മരുന്നുകൾ കഴിച്ചിട്ടും പലർക്കും മാറ്റം കാണുന്നുണ്ട്. ഇനി മരുന്നുകൾ കഴിച്ചിട്ടും മാറ്റം വരാത്ത ആളുകളുണ്ടാവുമല്ലോ, അത്രയും അവരിൽ ഈ മരുന്നിൻ്റെ റിസൾട്ട് വരാത്ത ആളുകൾക്ക് സർജറി ഉണ്ട്. ഈ സർജറി ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ പെൽവിക് ഫ്ലോർ മസിലിൻ്റെ ആ ഒരു ബലം കൂട്ടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊരിക്കലും പൂർണ്ണമായി ഭേദമാവില്ല എന്നൊന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട കേട്ടോ. സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസിനെ SUI എന്നും പറയും കേട്ടോ. അപ്പോൾ ഈ SUI ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അമിതവണ്ണം ഉള്ള ആളുകളുണ്ടല്ലോ, അവർക്കും ഇത്തരം അനുഭവങ്ങളുണ്ട്. കാരണം അവരുടെ ആ ഒരു പേശികളുണ്ടല്ലോ, ഇപ്പം ഈ പേശി എന്ന് പറയുമ്പോൾ നമ്മളെ മൂത്രസഞ്ചി അല്ലെങ്കിൽ മൂത്രനാളിനെ ആ ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു പെൽവിക് ഫ്ലോർ മസിലുകൾ, അതിൻ്റെ ആ ഒരു ബലക്കുറവാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം അവസ്ഥ ഉള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും ചികിത്സ തേടാൻ മടിക്കാൻ പാടില്ല. അതിൽ പ്രധാനമായി ചെയ്യേണ്ടത് കീഗൽ എക്സസൈസ് തന്നെയാണ്. ഇനി കീഗൽ എക്സസൈസ് ചെയ്തിട്ടും മാറ്റില്ലാത്ത ആളുകൾക്ക് വേറെ മരുന്നുകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ശരീരം തടിച്ച് അല്ലെങ്കിൽ വണ്ണം കൂടുതലുള്ള ആളുകളാണെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കണം. നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കുന്നതുകൊണ്ട് തന്നെ ഈ SUI എന്ന് പറയുന്നതിൻ്റെ ആ ഒരു തീവ്രത, അതായത് ആ ഒരു ചോർച്ചയുടെ അളവ് കുറയ്ക്കാനും പറ്റും. മാത്രമല്ല കാപ്പി പോലുള്ള വസ്തുക്കളിലെ, കാപ്പിയിലൊക്കെ കഫീൻ എന്ന് പറയുന്നൊരു വസ്തുണ്ട്. അപ്പോൾ ഈ കാപ്പി പോലുള്ള പാനീയങ്ങളൊന്നും നമുക്കറിയാം, അതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊക്കെ അറിയാം. അപ്പോൾ അത്തരം പാനീയങ്ങളൊക്കെ ഒഴിവാക്കുക. ആരോഗ്യകരമായ പാനീയങ്ങൾ തന്നെ കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് മരുന്ന് കൊണ്ടും അല്ലെങ്കിൽ എക്സസൈസ് കൊണ്ടും ഒക്കെ മാറ്റില്ലാത്ത ആളുകളാണെങ്കിൽ അതിന് ഡോക്ടറെ കണ്ട് അതിന് വേണ്ട പുതിയ രീതിയിലുള്ള ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വലിയ രീതിയിൽ വേദനയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അധികം റെസ്റ്റ് കാരണമൊന്നും വേണ്ടാത്ത സർജറികളൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഡോക്ടറുമായി സംസാരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സർജറി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും കൂടുന്തോറും പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരമാവധി മുറിവിൻ്റെ അളവ് കുറച്ചുകൊണ്ടും എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ സർജറികളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്ന ആ ഏരിയയിലുള്ള ഒരു ചെറിയ ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്. അത്ര ഇഞ്ചക്ഷൻ ചെയ്യുന്നതോടെ നമ്മുടെ ആ ഏരിയയിലുള്ള മസിലുകൾ ടൈറ്റ് ആവാനും അതുമൂലം നമ്മൾ ഇത്ര നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ സ്വമേധയുള്ള ഒരു മൂത്രം പോക്ക് എന്നേക്കുമായി നിർത്തലാക്കാനും സാധിക്കും. ഈ സ്ലിങ് എന്നൊക്കെ പറയുന്ന തരം സർജറി ഉണ്ട്. അത്തരം സർജറിയൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇത്തരത്തിലുള്ള തനിയെ അല്ലെങ്കിൽ സ്വമേധയാ മൂത്രം പോകുന്ന ഒരവസ്ഥ നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കോ പരിചയക്കാർക്കോ മറ്റാർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയുക, ഇത് രഹസ്യമായി കൊണ്ടു നടക്കുന്നതിന് പകരം എത്രയും വേഗം ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. കാരണം ഇത് പല സ്ത്രീകളും പുറത്തു പറയാതെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പോലും തനിയെ ശരിയാകുമെന്ന് വിചാരിച്ചത് കൊണ്ട് നടന്നത് കൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റാതിരുന്നത്. നമ്മൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞിരുന്നല്ലോ, ഈ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് 3 തരത്തിലായി വിഭാഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമായിരുന്നു സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. അതിനെക്കുറിച്ച് ഞാൻ
നിങ്ങളടുത്ത് ഏകദേശം വ്യക്തമായി പറഞ്ഞു തന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ് അർജ് ഇൻകോണ്ടിനൻസി. ഈ അർജ് ഇൻകോണ്ടിനൻസി എന്ന് പറയുന്നത് പൊതുവെ പ്രായമായവരിലാണ് കണ്ടുവരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. മാത്രമല്ല അമിതമായ പ്രവർത്തനം മൂലം അവർക്ക് ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സ്വമേധയാ നിയന്ത്രണം നഷ്ടപ്പെട്ട് മൂത്രം പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നു. ഇങ്ങനെ സംഭവിക്കുന്നതിന് വേറെ കാരണങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷനുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലങ്ങളാവാം, അതല്ലെങ്കിൽ പ്രമേഹം, അല്ലെങ്കിൽ മറ്റ് മരുന്നുകളൊക്കെ കഴിക്കില്ലേ, അങ്ങനെയുള്ള ആളുകൾക്കും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രായമായ ആളുകളിലാണെങ്കിലും ഇത്തരം ഒരു അനുഭവം നിങ്ങൾക്ക് അല്ലെങ്കിൽ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മടിക്കാതെ തന്നെ ഡോക്ടറെ ചെന്ന് കണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ സ്ട്രെസ് ഇൻകോണ്ടിനൻസും രണ്ടാമത് പറഞ്ഞ അർജ് ഇൻകോണ്ടിനൻസ് രണ്ടും ഉള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ അത്തരക്കാർക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക വഴി മരുന്ന് കൊണ്ടൊക്കെ നമുക്കിത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇനി മൂന്നാമതായി പറയാൻ പോകുന്നത് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? മൂത്രസഞ്ചി എന്ന് പറയുന്ന ഭാഗത്ത് പൂർണ്ണമായി നിറഞ്ഞാലും ഇത് ഒഴിക്കാൻ കഴിയാതെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയില്ലേ, അതാണ് ഇതിന് കാരണമാവുന്നത്. കാരണം മൂത്രം ഒഴിക്കാൻ പറ്റാതെ ആകുമ്പോൾ അവിടെ കെട്ടി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? ലീക്കായി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ മൂത്രസഞ്ചികൾക്ക് ഉണ്ടാവുന്ന ഈ ബലക്കുറവ്, പ്രസവം, മരുന്ന് തുടങ്ങിയൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. ഞാൻ മൂന്നാമതായി നിങ്ങളോട് പറഞ്ഞ ഈ ഓവർഫ്ലോ എന്ന് പറയുന്ന ഇൻകോണ്ടിനൻസ് ഉള്ള ആളുകളിൽ പ്രായമായ ആളുകൾക്കുണ്ടല്ലോ, അത്തരം ആളുകൾക്ക് മരുന്നുകളിലൂടെയുള്ള ചികിത്സ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ മറ്റു ആളുകൾക്കൊക്കെ ഇതിന് ഒരുപാട് ചികിത്സാ മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് ഡോക്ടറെ കണ്ട് ചികിത്സ തേടുന്നത് വഴി നിങ്ങൾക്ക് ഇത്തരം ഒരവസ്ഥ പൂർണ്ണമായി നിർത്തലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ 3 തരം യൂറിനറി ഇൻകോണ്ടിനൻസിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പരിഹാര കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കൃത്യസമയത്ത് മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കൃത്യമായി പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ നേരം വെള്ളം അധികം കുടിക്കുമല്ലോ, അത് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. പിന്നെ കീഗൽ എക്സസൈസ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോറിനെ ടൈറ്റ് ചെയ്യാൻ പറ്റിയ എക്സസൈസുകളൊക്കെ പരമാവധി ചെയ്യുക. നിങ്ങൾ എത്രയും വേഗം ഇത് രഹസ്യമാക്കി വെക്കാതെ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.